ഓമിനി വാൻ ഗിയർ ടൈറ്റിങ് പ്രോബ്ലമാണ് നമുക്കിതിൽ പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഗിയർ ബോക്സ് ഒന്ന് പിരിച്ചിട്ട് ഇതിന് ഗിയർ ബോക്സ് സിഗ്നൽസ് കോൺ ചേഞ്ചസ് കോൺ എന്ന് പറഞ്ഞാൽ ആ പാർട്സ് നമ്മളാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ടൈറ്റ്നസ് പറയുന്നത് നമുക്ക് സെക്കൻഡിൽ നിന്ന് തേർഡിക്കും തേർഡിൽ നിന്ന് സെക്കൻഡിക്കും ഇങ്ങനെയാണ് നമുക്ക് ടൈറ്റ്നസ് വരിക. ആ ടൈറ്റ്നസ് പറയുന്നത് നമുക്ക് ഓരോ ഗിയർ ടു ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സൗണ്ട്സ് വരും. ആ സൗണ്ട്സാണ് നമുക്ക് ഇതിൽ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇത് ഗിയർ ബോക്സ് പിരിച്ചിട്ട് ആ കോൺസ് നമ്മൾ മാറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം. ഇതാണ് നമ്മുടെ ചേഞ്ചസ് കോണത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഗിയർ വീല്, ഇത് സെക്കൻഡ് ഗിയർ വീലാണ്, ഇത് നമുക്ക് തേർഡ്, ഇത് ടോപ്പ് ഗിയറിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഇതാണ് സിംഗ്രാൻസ് കോൺ, ഇത് ചേഞ്ചസ് കോൺ എന്നാണ്. ഈ കോണാണ് നമുക്ക് തേയ്മാനം. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഗിയറിൽ നിന്ന് ഇനി ഒരു ഗിയർക്ക് വരുമ്പോൾ ടൈറ്റിന് വരാൻ ചാൻസ്. ഇതാണ് കോൺ കംപ്ലൈൻറ്റ് നമുക്ക്. അപ്പോൾ നമുക്കിത് 4 കോണും ഒരുമിച്ച് അഴിക്കുമ്പോൾ ഈ 4 കോണും നമ്മൾ ചേഞ്ച് ചെയ്യും വിടും. 4 കോണും പിന്നെ സീലും ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടത്. നമുക്കിത് ഈ ബാരിങ് കൂടി നമുക്ക് ചെക്ക് ചെയ്യണത്. ബാരിങ് ചെക്ക് ചെയ്തിട്ട് ബാരിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ബാരിങ് കൂടി മാറ്റി വിടുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ബാരിങ് നന്നായിട്ടുണ്ട്, ക്വാളിറ്റി ആയിട്ടുണ്ട് ബാരിങ്. അപ്പോൾ നമുക്ക് ബാരിങ്ങിൻ്റെ ആവശ്യമില്ലത്. ഇതൊരു തവണ ബാരിങ് മാറ്റിയതാണ്. അപ്പോൾ അവർ ഈ കോൺ മാറ്റിയിട്ടില്ല. അപ്പോൾ കോൺ മാറ്റാത്ത കാരണമാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്കിതൊരു മിസ്റ്റേക്ക്, നമുക്കിതൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ തേർഡിൽ നിന്ന് മറ്റേ ടോപ്പിൽ നിന്ന് തേർഡിക്ക് വരുമ്പോഴാണ് ടൈറ്റ്. ഈ തേർഡ് ഗിയർ വീലാണ് നമ്മൾ സിഗ്നൽസ് കോണിന് ടൈറ്റ്. ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡ് വരിക. ഇപ്പോൾ ഈ സമയത്താണ് നമുക്ക് ടൈറ്റ് ക്രക്കുന്നൊരു സൗണ്ട് വരും, കിറന്നൊരു സൗണ്ട് വരുന്നുണ്ട്. ആ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ക്ലച്ചല്ല, അത് ഈ കോണാണ് നമ്മുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്ത് വിട്ടില്ല. അപ്പോൾ നമുക്ക് കോണ് നമുക്ക് MGP തന്നെ കോൺ എടുത്തിട്ടുണ്ട്. ഇതാണ് കോണ്, സിംഗിൾസ് കോണത്. അത് 4 കോണ്, 4 ഗിയർ വീലിക്കുള്ള 4 കോണ് മാറ്റുമ്പോൾ നമുക്ക് ഒരു വീലിൻ്റെ ഗിയറിൻ്റെ കംപ്ലൈൻ്റ് ആണ് പറഞ്ഞിട്ട് ഒന്ന് മാത്രം മാറ്റി വിട്ട് കഴിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണത്തിന് കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് 4 കൂടി ചേഞ്ച് ചെയ്യേണ്ടി വരും.